ഐ പ്രസന്റ് യു. അല്ലെങ്കിൽ വേണ്ട. സീ ഫോർ യുവർ സെൽഫ്. തഗ് ലൈഫ്. ഏതോ കാലം ട്രെൻഡ് ഔട്ടായ കൂളിംഗ് ഗ്ലാസും ചങ്ങലയിട്ട സാധനം. ദൈവമേ, ഇതെവിടെ എത്തിയ എന്റെ ആറ്റുകാൽ ഭാസ്കര. അങ്ങനെ ഒരു ദൈവം ഇല്ല. ഇത്തരം സന്ദർഭങ്ങളിൽ ഇല്ലാത്ത ദൈവത്തെ വരെ വിളിച്ചു പോകും. നമ്മുടെ സക്കരവ്യാധിയെ കൊല്ലാൻ നോക്കുക. കൊല്ലാൻ നോക്കി എന്ത് സംഭവിക്കും? ചാവൂലല്ലോ, കാരണം സ്വാഭാവികം ചത്ത സിനിമ കഴിഞ്ഞല്ലോ. സ്വാഭാവികം. ഇതെങ്ങനെ കേറിയതല്ല, എന്നെ കേറ്റിയതാ. പിന്നെ സാധാരണ വല്ല മറ്റേ ആദിവാസി കാട്ടിലും മറ്റേ മലമുകളിൽ നിന്ന് വീണ് പച്ചമരുന്ന് വെച്ച് ഇതിന് പകരം ഇദ്ദേഹം മഞ്ഞുമലയ്ക്ക് മുകളിൽ താഴെ വീഴുന്നിട്ടാ സക്കരവ്യാധി എടുക്കാം. നടിപ്പിൻ നായകൻ സൂര്യയുടെ റെട്രോയില് താനോസായി അഭിനയിച്ചതിന് ശേഷം നമ്മുടെ മലയാളികളുടെ ജോജോ ജോർജ് പറ്റിപ്പോയി സാറേ, പറ്റിപ്പോയി. ആ സമയത്ത് മാസിലങ്ങ് ആയിപ്പോയാണ് സാറേ അങ്ങനെയൊക്കെ. ജോജോ ജോർജ് ഇതിൽ ഒരു ബുലോക കോമഡി പീസായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പറഞ്ഞില്ലേ, ചിമ്പ് ഒഴികെ ബാക്കി എല്ലാവരും കോമഡി പീസുകളോ. അതിൽ പെരിയ 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 കോമഡി പീസ് നിങ്ങൾക്ക് സക്കരവ്യാധി നിനക്ക് ഗുരു കൊണ്ടുപോകൂടാ. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. അടുത്തതായ തൃഷയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു വേസ്റ്റ് ക്യാരക്ടറും കോമഡി പീസും. ടീം പോയി, കിടപ്പാടവും പോയി, ആ പാട്ടുണ്ടായിരുന്ന മാനവും പോയി. തൃഷയും കമലഹാസനും തമ്മിലുള്ള സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ദിവസം പണിട്ട് കിടന്ന് വെച്ചടാ. നീ എന്തൊക്കെയാടാ ഈ പറയണേ? വയസ്സുകാലത്ത് ഓരോരുത്തന്മാരുടെ ഓരോ പൂതികളെ. കോൺക്രീറ്റ് എടുത്തിട്ട് പുള്ളി ഷോൾഡറിൽ വെച്ചിട്ട്, ഷോൾഡറില്ല, പുള്ളിയുടെ മുകളിൽ കോൺക്രീറ്റ് കിടക്കുക. എന്നിട്ട് പുള്ളി കിടക്കുക. അയ്യന്റെ മോനെ പറ്റിപ്പോയടാ. ഒറ്റോരുത്തർ എന്നെ കൊണ്ട് പിരികേറ്റ് ഇതൊക്കെ ചെയ്യിച്ചത്. മണിസാർ പടം തന്നെ. അതുകൊണ്ട് ഐശ്വര്യലക്ഷ്മി ഒരു 5-6 പടത്തിൽ കരയേണ്ട കരച്ചിൽ ഇതിൽ കരഞ്ഞിട്ടുണ്ട്. മണിരത്നത്തിന്റെ സിനിമയാണോ അത്? ഇതിനകത്ത് കോൺഫ്ലിക്റ്റ് ആണ്, പരിപ്പോടെ കോൺഫ്ലിക്റ്റ്. നീ ഇപ്പൊ ചേട്ടന്റെ കാര്യം പോക്കാ. അതാരാ?